കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ പയസ്വിനി എന്ന് പേരുള്ള മാവിന്റെ അതിജീവന ചരിത്രത്തിന് 4 വയസ്സാവുകയാണ്. കവയിത്രി സുഗതകുമാരി നട്ടുനനച്ച മാവിനെ റോഡ് വികസനം വന്നപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും അടുക്കത്ത് വയൽ GUP സ്കൂൾ മുറ്റത്തേക്ക് പറിച്ചു നടുകയായിരുന്നു. ഇപ്പോൾ സ്കൂൾ മുറ്റത്തിനരികെ പച്ചപ്പ് പടർന്നു നിൽക്കുകയാണ് പയസ്വിനി മാവ്. വിശേഷങ്ങളിലേക്ക്. മലയാളത്തിന്റെ പ്രിയ കവയത്രി സുഗതകുമാരി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നട്ടിരുന്ന തേന്മാവാണ് പയസ്വിനി. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തുണ്ടായിരുന്ന ഇത് അവിടെ നിന്നും അടുക്കത്ത് വയൽ GLP സ്കൂൾ മുറ്റത്തേക്ക് പറിച്ചു നട്ടിട്ട് 4 വർഷം കഴിഞ്ഞു. വർഷങ്ങൾക്ക് മുൻപ് ബസ് സ്റ്റാൻഡ് പരിസരത്തുണ്ടായിരുന്ന മരങ്ങൾ സാമൂഹ്യ വിരുദ്ധർ രാത്രിയുടെ മറവിൽ നശിപ്പിച്ചപ്പോൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി അന്ന് മാവിൻ തൈ നട്ട് പയസ്വിനി എന്ന് പേരിട്ടതും സുഗതകുമാരി തന്നെയാണ്. ദേശീയപാത വികസനത്തിൽ തലപ്പാടി മുതൽ ചെങ്കള വരെ മരങ്ങൾ മുറിച്ചു മാറ്റിയപ്പോൾ പയസ്വിനി പറിച്ചു നട്ട് സംരക്ഷിക്കണമെന്ന ആവശ്യമുയർന്നു. അങ്ങനെ കരാറുകാരായ ഊരാളുങ്കൽ സൊസൈറ്റി ഇതിന് തയ്യാറായതോടെ കാസർഗോഡ് പീപ്പിൾസ് ഫോറവും പോലീസും നാട്ടുകാരും കൈകോർത്തു. അങ്ങനെ 16 വർഷം പ്രായമായ മാവ് 2022 ജൂൺ 15-ന് ദേശീയപാതയരികിൽ നിന്ന് അടുക്കത്ത് ബയൽ ഗവൺമെന്റ് UP സ്കൂൾ വളപ്പിലേക്ക് മാറ്റി നട്ടു. ശാസ്ത്രീയ നിർദ്ദേശങ്ങൾ പാലിച്ച് മാവിന്റെ ഭാവി വളർച്ചയ്ക്ക് തടസ്സമാകാതെ വളരെ ശ്രദ്ധയോടെയാണ് സ്കൂളിലേക്ക് മാറ്റിയത്. ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് ഞങ്ങളുടെ മുറ്റത്തെത്തി അതിനെ നട്ടതിന് ശേഷവും ഒരുപാട് കാലം ഞങ്ങളിങ്ങനെ പ്രതീക്ഷയോടുകൂടി നോക്കി നിൽക്കുകയുണ്ടായി, തളിരണിയോ എന്നുള്ള കാര്യം. പക്ഷേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലം എന്നറിയട്ടെ, അതിന് തളിര് ഇടാൻ തുടങ്ങി. അതിന് ശേഷം ഇപ്പോൾ 2 വർഷമായിട്ട് അതിന് പൂവിട്ടു. ഈ വർഷം നന്നായിട്ട് മാങ്ങ വരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായി. റോഡരികിൽ നിന്ന് നിർദ്ദയം വെട്ടിമാറ്റപ്പെട്ടു പോകുമായിരുന്ന അവസ്ഥയിൽ നിന്നും വീണ്ടും തളിർത്ത് ആർത്തു പടരാൻ പയസ്വിനിക്ക് കഴിഞ്ഞു. ഓരോ പരിസ്ഥിതി ദിനത്തിലും തലയെടുപ്പോടെ സ്കൂൾ മുറ്റത്തുള്ള പയസ്വിനി എന്ന മാവിന്റെ നിൽപ്പ് ഹൃദയം നിറയ്ക്കുന്ന കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. ന്യൂസ് മലയാളം, കാസർഗോഡ്.